ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ദൈവാരാധനയ്ക്കായി പ്രത്യേകം പ്രാർത്ഥനയോടെ ഒരുങ്ങി വിശുദ്ധ നഗരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേമിലേക്ക് ജെറിക്കോയിൽ നിന്നും പോകുന്ന ഒരു പുരോഹിതനും ഒരു ലേവ്യനും. ദേവാലയ ശുശ്രൂഷയ്ക്കായി യഹൂദ പുരോഹിതരെ നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും നിശ്ചയിച്ചിരുന്നു. പ്രസ്തുത ദിവസം ഒരുപക്ഷെ ഈ പുരോഹിതനാണ് ദേവാലയ ശുശ്രൂഷ കിട്ടിയിരിക്കുന്നത് എങ്കിൽ അശുദ്ധനാകാതെ ദേവാലയത്തിൽ എത്തുക ആവശ്യമായിരുന്നു. കാരണം നിയമത്തിൽ സംഖ്യാപുസ്തകം 19:11 എഴുതിയിരിക്കുന്നത് മൃതദേഹത്തെ സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും എന്നതാണ്. മരണാസന്നനായി കിടക്കുന്ന തങ്ങളുടെ സഹോദരനെ തൊടുവാൻ ആ വഴിയിലൂടെ കടന്നു പോകുന്ന പുരോഹിതൻ്റെയോ ലേവായൻ്റെയോ നിയമം അവരെ അനുവദിച്ചില്ല. എന്നാൽ ദേവാലയത്തിലെത്തി കാളകളെയോ ആടുകളെയോ ബലിയർപ്പിച്ച് ആ മൃഗങ്ങളുടെ ചോര തങ്ങളുടെ മേൽ പകർന്ന് ചെയ്യുന്ന ബലിയിലും വലിയ ബലി വഴിയിൽ ചോരയൊലിച്ചു കിടക്കുന്ന ആ മനുഷ്യനെ സഹായിക്കുന്നതാണ് എന്ന പുതിയ നിയമം നമ്മളോട് പറഞ്ഞു തരുന്ന പുതിയ നിയമത്തിലെ മോശയായ യേശു. പഴയ നിയമ മോശയുടെ നിയമത്തിന് സഹോദരന്മാരുടെ രക്ഷ ഉറപ്പുവരുത്തുവാൻ സാധിക്കാതിരിക്കുമ്പോൾ പുതിയ നിയമ മോശയുടെ നിയമം മനുഷ്യകുലത്തിന് രക്ഷ പ്രദാനം ചെയ്യുന്നു. യഹൂദമതം ആ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന എല്ലാ യഹൂദർക്കും സ്വർഗരാജ്യപ്രവേശനം ഉറപ്പാകും എന്ന് ചിന്തിച്ചിരുന്ന ഒരു നിയമജ്ഞൻ്റെ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരു ഉപമയിലൂടെ യേശു സ്ഥാപിക്കുകയാണ്. യഹൂദ നിയമം രക്ഷ ഉറപ്പാക്കുന്നില്ല. സ്വർഗസ്ഥ പിതാവിൽ നിന്നും വന്ന തൻ്റെ പുതിയ നിയമ കൽപ്പനകൾ, തൻ്റെ മാർഗങ്ങൾ പഴയ നിയമത്തിൽ ചേർന്നാൽ മാത്രമേ നിത്യരക്ഷ, സ്വർഗരാജ്യപ്രവേശനം ഉറപ്പാവുകയുള്ളൂ എന്ന് നമ്മോട് പറഞ്ഞു തരുന്ന യേശു. കാളകളുടെയും ആടുമാടുകളുടെയും ബലിയർപ്പണത്തേക്കാൾ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളാണ് നിത്യരക്ഷ കൊണ്ടുവരുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ യേശു പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് യേശു അവിടെ പറയുന്നത്? ഞാൻ ബലിയല്ല, കരുണയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് വന്നത് എന്ന്. അതെ, മനസ്സിൽ ഞാനൊരു പാപിയാണ് എന്ന പശ്ചാത്താപം ജീവിതാവസാനം വരെയുള്ള നമ്മെ ഓരോരുത്തരെയും വിളിക്കുവാൻ ബലികളിലും ഹോമബലികളിലും നിരപ്പാകാത്ത, എന്നാൽ താഴ്മയുള്ള ആത്മാവോടുകൂടി ഒരുങ്ങിയ ഹൃദയത്തോടുകൂടി കരുണ പുറപ്പെടുവിക്കുന്ന വെടിപ്പുള്ള ഹൃദയങ്ങളെ നോക്കുന്ന നമ്മുടെ കർത്താവിനെ, അങ്ങനെ ഒരു ഹൃദയം നാം ഓരോരുത്തരിലും കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.